നമ്മളിന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കൽമാസാണ് ഉണ്ടാക്കുന്നത്. ചിലവർ ഇതിനെ ചെമ്മീൻ ഉന്നക്കായ എന്നും ചെമ്മീൻ നിറച്ചതെന്നൊക്കെ പറയും. അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ചെമ്മീനാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ചെമ്മീനാണ് ഏറ്റവും നല്ലത്. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. പക്ഷേ അതിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇതൊരു 170 ഗ്രാമുണ്ട്. ഇനി അതിനകത്തേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഒരു പിടി തേങ്ങയും 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടിയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ചൂടായതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീനെ കഴുകി വാരി അതിനകത്തിട്ടിടാം. എൻ്റെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരണ വരെ അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ തേങ്ങ ക്രഷ് ചെയ്തതും കൂടി അതിനകത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അത് തേങ്ങയുടെ പച്ചമണമൊക്കെ പോയി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് റെഡിയായിട്ടുണ്ടാകും. ഇനി നമുക്ക് മാവ് റെഡിയാക്കാൻ വേണ്ടി 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അതിനകത്തേക്ക് വേണ്ട മസാല എന്ന് പറയുമ്പോൾ ഒരു പിടി തേങ്ങ, 2-3 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള് നല്ല ജീരകം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഞാൻ ഒരു 3/4 കപ്പ് നല്ല തിളച്ച ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. അത് അരിപ്പൊടി അനുസരിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നനച്ചെടുത്താൽ മതി. നമ്മുടെ പരുവം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉരുട്ടുമ്പോൾ നല്ലപോലെ ഉരുട്ടാൻ പറ്റണം. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ ക്രഷ് ചെയ്തും കൂടി അതിനകത്തിട്ട് ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ നന്നായിട്ട് ഉരുട്ടി ഇങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റണം. ഇങ്ങനെ സൈഡൊന്നും ഇങ്ങനെ വിട്ടു പോകരുത്. നല്ലപോലെ നമുക്ക് മാനേജ് ചെയ്ത് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കണം. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ നനവിനേക്കാളും ഒരു ഇച്ചിരി വെള്ളവും കൂടി കൂടുതൽ വേണം. അതാണ് അതിൻ്റെ കണക്ക്. എന്നിട്ട് നമുക്ക് ഓരോരോ ഉണ്ടകളായിട്ട് എടുക്കാം. ആദ്യം കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഓയിലോ പുരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ ഈ മാവൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഓരോരോ ഉണ്ടകളായി എടുത്ത് ഇതേപോലെ പരത്തി നമുക്ക് ആവശ്യമുള്ള മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പിടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കഴിയും. ഞാൻ ഒരു ബൗള് അരിപ്പൊടിയുടെ മാവ് ഞാനൊരു 2-3 മിനിറ്റ് കൊണ്ട് എല്ലാം പെട്ടെന്ന് പിടിച്ച് കഴിഞ്ഞായിരുന്നു. ഈസി ആയിട്ട് എനിക്കിപ്പോൾ ഒരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. 8 കൽമാസ് കിട്ടിയിട്ടുണ്ട് 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന്. ഇനി ഒരു ഇടിയപ്പത്തിൻ്റെ പാത്രം അടപ്പത്ത് വെച്ച് വെള്ളം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ തട്ടിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിച്ച് അതിനകത്തൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോരോ കൽമാസമായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുട്ടിച്ച് ഇടാണ്ടിരിക്കണതാണ് നല്ലത്. ഇച്ചിരി ഒന്ന് അകലം വേണം, സെപ്പറേറ്റ് ചെയ്ത് ഇടണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കൽമാസമൊക്കെ നല്ലപോലെ വെന്തു. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്കൊരു 3 വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തത് ചതച്ചെടുത്തതും കൂടെ ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം, പച്ചവെള്ളം. മസാലയൊക്കെ നല്ലപോലെ എല്ലാ കൽമാസിലേക്കും പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് 1-2 നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് എല്ലായിടത്തോട്ടും ഒന്ന് മിക്സ് ചെയ്താക്കിയിട്ട് നമ്മുടെ കൽമാസ് ഓരോന്നായിട്ട് പെരക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്, ഒട്ടിയൊന്നും പിടിക്കുന്നില്ല, ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് പയ്യെ ഇളക്കിയൊക്കെ കൊടുത്ത് എല്ലായിടത്തും ഈ മസാലയൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഈ പാനിൽ ചെറിയ തീയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല സ്പൈസിയാണ്. നല്ല ചെമ്മീൻ്റെയൊക്കെ നല്ല ഫ്ലേവർ വന്നിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ താങ്ക് യു. ബൈ. Take care.